പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 15 വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ഈ ഒരു ഭാഗം തന്നെ യേശു 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഇവരിൽ അധികമായി എന്ന് പറയുമ്പോൾ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും ചോദ്യത്തിന്, കർത്താവേ, ഞാൻ കുറവുള്ള മനുഷ്യനാണ്, ഇവരെക്കാൾ അധികമായി നിന്നെ സ്നേഹിപ്പാൻ എനിക്ക് കഴിയാത്തൊരു പാപിയാണ്, എന്നെ വെറുതെ വിടണമേ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പത്രോസിന് ഓടിപ്പോകാമായിരുന്നു. ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ യൂദാ യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം പോയി കെട്ടിഞ്ഞാന്ന് മരിച്ചു കളഞ്ഞു. എന്നാൽ 11 പേരിൽ പ്രധാനിയായി തെരഞ്ഞെടുത്ത പത്രോസിനോട് അതിശ്രേഷ്ഠമായൊരു വാക്യം ചോദിക്കുമ്പോൾ പത്രോസ് ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോകാതെ പത്രോസ് പറയുകയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പത്രോസ് പറഞ്ഞ് യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ പത്രോസ് മനസ്സിലാക്കിയെടുക്കുക. കാരണം ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. ആ തള്ളിപ്പറഞ്ഞിട്ട് പോലും തന്നെ വെറുതെ അയച്ചു കളയാതെ പിന്നത്തെ തന്റെ സുവിശേഷത്തിന്റെ മഹാസത്യം വെളിപ്പെടുത്തുവാൻ, വിളിച്ചു പറയാൻ, ലോകത്തിന് മുമ്പിൽ അത് അവതരിപ്പിക്കുവാൻ യേശു വീണ്ടും പത്രോസിനെ തെരഞ്ഞെടുക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ചിന്തിക്കണം. ഹല്ലേലൂയ. പത്രോസ് ഓടിപ്പോകാതെ യേശുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ വിധേയപ്പെട്ടു കൊടുത്തതുപോലെ നാമും കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പിൽ വിധേയപ്പെട്ടു കൊടുക്കുന്നെങ്കിൽ നമുക്കും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യത്തെ പത്രോസിനെ പോലെ ലോകത്തിന്റെ ഏത് ഭാഗത്തും വിളിച്ചു പറയാൻ കഴിയും. നിങ്ങളും പത്രോസിനെ പോലെയാണോ? തൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ, പത്രോസ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ, ആ വിശ്വാസത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ സുവിശേഷീകരണത്തിലൂടെ പത്രോസ് പഠിച്ച കാര്യങ്ങൾ, പത്രോസ് അനുഭവിച്ച കാര്യങ്ങൾ, പത്രോസ് രുചിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം പത്രോസിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെന്ന് പത്രോസ് വിശ്വസിക്കത്തക്ക നിലയിൽ പത്രോസിനെ ദൈവം ഒന്ന് ശോധന ചെയ്തപ്പോൾ പത്രോസ് പറയുക, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു കഴിഞ്ഞ കാലത്തെയും വർത്തമാന കാലത്തെയും പാപം മാത്രമല്ല മോചിപ്പിക്കുന്നത്, ഭാവിയിലെ നമ്മുടെ പാപങ്ങൾ എന്തായിരുന്നാലും അതിനെ പോലും മോചിപ്പിച്ചുകൊണ്ട് നമുക്ക് നിത്യതയിൽ ഒരുക്കുന്ന ആ സ്ഥലത്ത് നമ്മെ എത്തിക്കുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ പത്രോസിനോട് ചോദിച്ചുള്ള ചോദ്യം ഇന്ന് ലോകമെമ്പാടുള്ള സകല ജനത്തോടും ചോദിക്കുക. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ഭാഷക്കാരോടും സകല ഗോത്രഭാഗങ്ങളോടും കർത്താവ് ചോദിക്കുവാണ്, ഇവരിൽ അധികമായി നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണമെങ്കിൽ പല ഒഴിവ് കഴിവും പറഞ്ഞ് മാറിപ്പോകാം. ഞങ്ങൾ സുവിശേഷമായി പല സ്ഥലത്തും ചെല്ലുമ്പോൾ, സുവിശേഷം പലരോടും പറയുമ്പോൾ, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കിത് കേൾക്കണ്ട, ഞങ്ങളോട് ഇത് പറയണ്ട എന്ന് പറഞ്ഞ് പലരും ഒഴിവ് കഴിവ് മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോകാതെ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പത്രോസ് പറയുന്ന പോലെ നിന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ആ സ്നേഹം നീ പുറത്തു പറയുന്നെങ്കിൽ യേശു നിന്നെ സ്നേഹിക്കുക മാത്രമല്ല, എന്റെ ജീവിതത്തിന്റെ സകല പാപത്തിന്റെ കറകളെ നീക്കിയിട്ട് നിന്നെ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. വിശ്വാസികളായിരിക്കുന്ന അഥവാ വിശ്വാസത്തിലേക്ക് വരുന്ന ഓരോ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവാണ്. പാപമോചനം യേശുവാണ്. പാപപരിഹാര മാർഗമായി യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, അവന്റെ രക്തം നമുക്കായി തന്നത്. നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തെ തന്നിരിക്കുന്ന ജീവന്റെ സുവിശേഷം, ഹല്ലേലൂയ, നാം ജീവിതത്തിൽ ഏറ്റുപിടിച്ചുകൊണ്ട്, ഹൃദയത്തിനകത്ത് ഏറ്റുപിടിച്ചുകൊണ്ട് അതിനകത്ത് ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവിക സമാധാനം ലഭിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല വിശ്വാസികളും യേശുവിനെ സ്നേഹിക്കുകയും യേശു നമുക്ക് നൽകിയ രക്ഷ, ഹല്ലേലൂയ, അത് സുവിശേഷത്തിലൂടെ നാം ഗ്രഹിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ അതിനെ തള്ളിക്കളയാതെ, ഹല്ലേലൂയ, അതിനു വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ എത്ര വലുതായാലും അതിനെ നീക്കി നിന്റെ കുടുംബത്തെ സ്നേഹിക്കുവാൻ, നിന്റെ കുടുംബത്തിന്റെ ഇരുളിന്റെ അനുഭവത്തെ
പാപത്തെ മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, നിന്റെ കണ്ണുനീരിൻ്റെ വേദനയുടെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ ഈ ലോകത്തിൽ ആർക്കും മാറ്റുവാൻ കഴിയില്ല. എന്നാൽ നീ യേശുവിനോട് പറയുന്നെങ്കിൽ നിന്റെ പാപത്തെ പരിഹരിച്ച് നിന്നെ ശുദ്ധീകരിച്ച് അവൻ്റെ മകനായി മകളാക്കി മാറ്റിക്കൊണ്ട് ആ വീണ്ടെടുപ്പിൻ്റെ സന്ദേശം, വീണ്ടെടുപ്പിൻ്റെ സുവിശേഷം നിന്റെ ഉള്ളത്തിൻ്റെ ഹൃദയത്തിൽ അവരെഴുതി അവൻ്റെ മകനായി മകളായി നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ ലോകത്തൊരു ശത്രുവിനെ നിന്നെ തടയുവാൻ കഴിയില്ല. നിന്റെ കുടുംബത്തിൽ ആഭിചാര മന്ത്രവാദ സേവകൾ നിന്റെ കുടുംബത്തെ തകർക്കുന്ന, മദ്യത്തിലേക്ക്, മയക്കുമരുന്നിന്, പാനശാലകളിലേക്ക്, ലഹരികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, ദൈവം വെറുക്കുന്ന ധാർമ്മികമായ പാപത്തെ നിന്റെ കുടുംബം കുടുംബം തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ അതിൽ നിനക്കൊരു മോചനം ആവശ്യമല്ലേ? നിനക്ക് സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? നാളുകൾ എത്രയായി നീ വിലപിക്കുന്നു, കരയുന്നു, എനിക്കൊരു മോചനമില്ല, എനിക്ക് സന്തോഷം, എനിക്ക് സ്വസ്ഥതയില്ലേ, എനിക്ക് മാത്രം ഒരു വിടുതലില്ലേ നോർത്ത് ഭാരപ്പെടുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ യേശുവിനോട് ചോദിക്കുക, ഇവരിൽ അധികമായി നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന് പത്രോസ് ചോദിച്ച പോലെ നിന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞതുപോലെ നീ യേശുവിനോട് നിന്റെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടും. അപ്പൊ വീണ്ടെടുപ്പിന്റെ സുവിശേഷം പൂർണ്ണമായി നിങ്ങൾ വിശ്വസിച്ച് ഹല്ലേലൂയ കർത്താവിനെ നീ അനുഗമിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിന്റെ ഭവനത്തിനകത്ത് ദൈവിക സാന്നിധ്യം വെളിപ്പെടും. ഇരുളും മാറി ജീവന്റെ വെളിച്ചം നിന്റെ കുടുംബത്തിലേക്ക് വരും. ഹല്ലേലൂയ. പത്രോസിന്റെ ഏറ്റുപറച്ചിൽ ഹല്ലേലൂയ അവന്റെ തീരുമാനം എന്നതിനേക്കാൾ ഉപരി പാപമോചനത്തിലുള്ള ഒരു വഴികൂടിയായിരുന്നു. അപ്പൊ നമ്മുടെ ഏറ്റുപറച്ചിൽ പത്രോസ് ഏറ്റുപറയുന്ന പോലെ നമ്മൾ ഏറ്റുപറയണം. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് പറഞ്ഞ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. അതേ നീ കർത്താവിനെ സ്നേഹിച്ച് ദൈവത്തിലേക്ക് വരുമ്പോൾ, നീ ദൈവം നിന്റെ ഇടയനായി മാറുമ്പോൾ നിനക്കൊന്നിനും മുട്ടുകൂടാതെ അവൻ നടത്താൻ ശക്തനാണ്. ഹല്ലേലൂയ. നാം ആരെയെങ്കിലും സ്നേഹിക്കുകയും ആരെയെങ്കിലും നാം സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഹല്ലേലൂയ അതിന്റെ നടുവിൽ യേശു പറയുകയാണ്, ലോക സ്നേഹമെല്ലാം അത് താൽക്കാലികമാണ്, എന്നാൽ ലോകത്തെക്കാൾ ഉപരിയായി നിനക്ക് സ്നേഹം തരുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, ആഴമേറിയ സ്നേഹത്തിനെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നത് യേശുവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ബലഹീനയാകുമ്പോൾ, നീ ഭാരപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, ദുഃഖം അനുഭവിക്കുമ്പോൾ, നീ പ്രതീക്ഷയില്ലാത്തതിനെ പോലെ ജീവിക്കുമ്പോൾ, എല്ലാം നഷ്ടമായി എന്നുള്ള ചിന്തകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ യേശുവിനോട് നിന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്ക്. എനിക്ക് എന്നോട് പ്രിയമുണ്ടെന്ന് പത്രോസ് പറഞ്ഞതുപോലെ നീ പറയുവാൻ തയ്യാറാകുന്നതിൽ നിന്റെ ഇല്ലായ്മ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാ. ഈ ലോകത്തിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ലോകത്തിന്റെ ജടികമായ സുഖങ്ങളെ ഏറ്റുപറഞ്ഞ് രക്ഷയെന്ന് പറയുന്ന അനുഭവത്തിലേക്ക് എത്തുമ്പോൾ ഹല്ലേലൂയ ആ രക്ഷ നിനക്ക് മാത്രമേ നിന്റെ കുടുംബത്തിലുള്ളവർക്കും അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. നീ ഒരുവൻ നിന്റെ കുടുംബത്തിൽ രക്ഷ പ്രാപിക്കുമ്പോൾ അതിന്റെ കുടുംബത്തെങ്കിൽ ആ രക്ഷയുടെ അനുഭവങ്ങൾ കടന്നു വരാൻ തുടങ്ങും. നിന്റെ മേലുള്ള ദൈവിക പ്രകാശം മറ്റുള്ളവർ അനുഭവിക്കാൻ കഴിയും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം നിറയുവാൻ തുടങ്ങും. നാളുകളായി നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളുണ്ടല്ലോ, പിശാചിന്റെ കെട്ടുകളുണ്ടല്ലോ, ഇന്ന് പകരം നീ അതിനെ പൊട്ടിച്ച് കളയുവാൻ തയ്യാറാകുന്നെങ്കിൽ, നീ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ കർത്താവോട് പറ, കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, കാരണം നീയാണ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്, നീയാണ് എൻ്റെ പാപം ഏറ്റെടുത്തത്, നീയാണ് ആ ക്രൂശിൽ ചുമന്നത്, നീയാണ് കാര്യരൂപാണിയെ തറയപ്പെട്ട് മുൾക്കിയിട്ട് ധരിച്ചത്, നീയാണ് എൻ്റെ വിലാപുറമാണ് കുത്തി തുറന്നത്, നിന്റെ ശരീരമാണ് പോലെ കീറിയത്, അതെല്ലാം എൻ്റെ പാപത്തിന് പരിഹാരമായി നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ ഇവരിൽ അധികമായി നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ആ രക്ഷ നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും വാർത്തയാലും വൃത്തിരസന യാചോള തടവറയിലായിരിക്കുന്ന മദ്യത്തിനും മയക്കിനും പൻസ്നേഹിക്കും അടിപ്പെട്ട സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തിന് പാപം ക്ഷമിച്ച് അവനെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനായി മകളാക്കി തീർക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.